പ്രോബബിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദ ചാൻസ് ഓഫ് ആൻ ഈവൻറ്റ് ഒക്യുറിങ് ബേസ്ഡ് ഓൺ ദി ഒക്യുറൻസ് ഓഫ് എ പ്രീവിയസ് ഈവൻറ്റ് ഓർ ഔട്ട്കം. അതായത് ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഈവൻറ്റിൻ്റെ ഒക്യുറൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് ഒക്യുർ ചെയ്യാനായിട്ടുള്ള ചാൻസിനെയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുക. ഓക്കെ, അതായത് വെൻ വി ആർ ട്രൈയിങ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് വൺ ഈവൻറ്റ് വിൽ ഹാപ്പൻ അണ്ടർ ദി കണ്ടീഷൻ ദാറ്റ് സം അതർ ഈവൻറ്റ് ഈസ് ഓൾറെഡി നോൺ ടു ഹാവ് ഒക്കേർഡ്. ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഈവൻറ്റ് അവിടെ ഒക്യുർ ചെയ്യണം അല്ലെങ്കിൽ ഹാപ്പൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. വേറൊരു ഈവൻറ്റ് അവിടെ സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് സംഭവിക്കുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ്റെ അണ്ടറിൽ വേറൊരു ഈവൻറ്റ് ഒക്യുർ ചെയ്ത് ആ ഒരു കണ്ടീഷൻ്റെ അണ്ടറിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് ഹാപ്പൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ട് ഈവൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈവൻറ്റ് എയും ഉണ്ട്, ഈവൻറ്റ് ബിയും ഉണ്ട്. അപ്പോൾ ഈവൻറ്റ് എനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈവൻറ്റ് എനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈവൻറ്റ് ബിയുടെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുന്നത്. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ദാറ്റ് എ എന്നുള്ള രീതിയിലായിരിക്കും. അതായത് എ എന്ന് പറയുന്ന ഈവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബി എന്ന് പറയുന്ന ഈവൻറ്റ് സംഭവിക്കുന്നത് ഒക്യുർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലാണ് നമ്മളിങ്ങനെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 ബോക്സസിൻ്റെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന 3 ബോക്സസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബോക്സിൽ 7 വൈറ്റ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ് ആണുള്ളത്. സെക്കൻഡ് ബോക്സിൽ 4 വൈറ്റ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ്. തേർഡ് ബോക്സിൽ 2 white and 8 black balls. One of these boxes is chosen at random with the probabilities of 20%, 60% and 20% respectively. അതായത് നമുക്ക് 3 ബോക്സ് ഉണ്ടല്ലോ. ഈ ബോക്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ആദ്യമേ തന്നിട്ടുള്ളത്. അത് ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി 20%, സെക്കൻഡ് ബോക്സ് 60%, തേർഡ് ബോക്സ് 20%. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന ബോക്സ് ഏതാണോ ആ ബോക്സിൽ നിന്നും 1 ball is drawn at random. റാൻഡമായിട്ട് നമ്മൾ ഒരു ബോളാണ് എടുക്കാൻ പോകും. ദെൻ find the probability that the selected ball from that box is white. അപ്പോൾ നമ്മൾ ആ ഒരു സെലക്റ്റഡ് ബോക്സിൽ നിന്നും നമ്മൾ ഏത് ബോളാണോ സെലക്ട് ചെയ്യുന്നത് ആ ബോൾ വൈറ്റ് കളർ ആവാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. അതായത് ഇവിടെ ഫസ്റ്റ് 3 ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിൻ്റെ സെലക്ഷനാണ് ആദ്യമേ ചെയ്യേണ്ടത്. ആ ഒരു ഈവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബോളിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വരിക. സോ ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഏത് ബോക്സ് സെലക്ട് ചെയ്യും. ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, സെക്കൻഡ് ബോക്സും സെലക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, തേർഡ് ബോക്സും സെലക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വൈറ്റ് ബോൾ ചൂസ് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ബോക്സിൽ നിന്നും, അതായത് ഈ 3 ബോക്സ് ഉണ്ട് അവിടെ, ആ 3 ബോക്സിൽ നിന്നും വൈറ്റ് ബോൾ ചൂസ് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി ആദ്യമേ ഇൻഡിവിജ്വലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഓക്കെ, കാരണം ഇവിടെ ഏത് ബോക്സിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ബോക്സിൽ നിന്നും വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ്. ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 20% ആണ്. 20% എന്ന് പറയുമ്പോൾ 0.2 ആണ്, അതായത് 20/100. ദെൻ നമ്മൾ അതിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി ആണ്. ഫസ്റ്റ് ബോക്സിൽ 7 വൈറ്റ് ബോളും 3 ബ്ലാക്ക് ബോളും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 10 ബോൾസിൽ 7 ചാൻസാണ് വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻറ്റു 7/10 ചെയ്താൽ മതി. അപ്പോൾ 0.2 ഇൻറ്റു 7/10. 0.2നെ 20/100 എന്ന് എഴുതിയാലും മതി. 20/100നെ നമുക്കൊന്നും കൂടി ചെറുതാക്കിയിട്ട് 2/10 ആക്കാം. 2/10 ഇൻറ്റു 7/10. ദെൻ ഇതേ പ്രൊസീജിയർ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സെക്കൻഡ് ബോക്സിൽ നിന്ന് വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യമേ സെക്കൻഡ് ബോക്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി 60% ആണ്. ദാറ്റ് മീൻസ് 0.6 അല്ലെങ്കിൽ 6/10 എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് വൈറ്റ് ബോൾ ഫ്രം ദാറ്റ് ബോക്സ്. സെക്കൻഡ് ബോക്സിൽ നിന്നും വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി നോക്കുക. സെക്കൻഡ് ബോക്സിൽ 4 വൈറ്റും 6 ബ്ലാക്ക് ബോൾസും ആണുള്ളത്. അപ്പോൾ 10ൽ 4 ചാൻസാണ് ഉള്ളത്. അപ്പോൾ 4/10. അപ്പോൾ 6/10 ഇൻറ്റു 4/10 ചെയ്യുക. ഇനി അതേപോലെ തേർഡ് ബോക്സിൽ നിന്നും വൈറ്റ് ബോൾ ചൂസ് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ തേർഡ് ബോക്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി 20% ആണ്. അപ്പോൾ 2/10 അല്ലെങ്കിൽ 0.2 ഇൻറ്റു അതിൽ നിന്ന് വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതിൽ 2 വൈറ്റും 8 ബ്ലാക്ക് ബോൾസും ആണുള്ളത്. അപ്പോൾ 2/10.
ഇനി ഈ 3 ഈവൻസും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈവൻസ് ആണ്, അതായത് കോമൺ എലമെൻറ്റ്സ് ഒന്നും വരുന്നില്ല. സോ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ദ വൈറ്റ് ബോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, ഈ 3 ഈവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് 2/10 ഇൻറ്റു 7/10 പ്ലസ് 6/10 ഇൻറ്റു 4/10 പ്ലസ് 2/10 ഇൻറ്റു 2/10 14/100 പ്ലസ് 24/100 പ്ലസ് 4/100 എന്ന് കിട്ടും. അപ്പോൾ ഈക്വൽ ടു 42/100. ഇനി അതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് കോമൺ വാല്യൂസ് എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ഒന്ന് ചെറുതാക്കാം. അപ്പം 2 കോമൺ ആയിട്ട് എടുത്തിട്ട് 42-ൽ 2 21 ടൈംസ് പോവും, തന്നെ അതുപോലെ 100-ൽ 50 ടൈംസ് പോവും. 21/50 എന്നുള്ള ആൻസറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്.